അപ്പൊ നമ്മളുടെ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബീനെ സൂലിക്ക് കൊണ്ടുവരുന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഈ സൂല് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കുറച്ച് നാൾ കൂടി അല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ പല ഇതും കൂടുകളും ഒഴിഞ്ഞു കിടക്കാണ് കേട്ടോ. ബിക്കോസ് നമ്മൾ പുതിയ പക്ഷെ ഒരുപാട് പേര് ഇപ്പോ സൂ അടച്ചു എന്നുള്ള രീതിയിൽ വരാണ്ടിരിക്കണ്ട. കാരണം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല എൻട്രി ഫ്രീ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എത്ര പേര് വന്നാലും എൻട്രി ഫ്രീ ആണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ കാണാം. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ സൂലുള്ളത്? തണലുണ്ട്. പിന്നെ ബേബീസിനൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കാനും പറ്റിയൊരു ഇടാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് കൂടി കാണിക്കാട്ടോ. ഇവിടെ പല കൂടും വേക്കൻ്റ് ആയിട്ട് ഇതുവരെ നമ്മൾ നടന്നിട്ട് ഒന്നും കണ്ടിട്ടില്ല, എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി ചെടികളുണ്ട്, നീർമാതളം അങ്ങനെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് കയറിയതാട്ടോ. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുവപ്പട്ടയാണോ അത്? നോക്കട്ടെ. അതെ, കറുവപ്പട്ട. ഞാനേ ഒരു വ്ലോഗ് പാലക്കാടത്തെ ഒരു ചേച്ചി കണ്ടാ, പക്ഷെ അത് കറുവപ്പട്ട ഒരു വലിയ മരമായിട്ട് അതിങ്ങനെ ചെത്തിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല. ബേബി കണ്ടാ ബട്ടർഫ്ലൈസിനൊക്കെ കണ്ടാ? വെയിലുണ്ട്. ബേബിനെ കാണിക്കാൻ വേണ്ടിട്ടാട്ടോ മെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ട്. വെയിലുള്ളടത്ത് നിർത്തണത് നല്ലതല്ല. നമുക്ക് പോയാലോ? എന്തെങ്കിലും മൃഗങ്ങളെ കാണുമ്പോൾ എക്സൈറ്റഡ് ആവോ ഇല്ലേ നോക്കാം. അപ്പൊ ബേബിയുടെ മൂഡ് അത്രയ്ക്ക് ശരിയല്ല, അതുകൊണ്ട് അജി എടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ഈ ബേബിയുടെ ഞാനും അജിയൊക്കെ എത്ര വട്ടം വന്നിട്ടുള്ള സ്ഥലമാണല്ലേ. ഞങ്ങക്ക് എണ്ണിയോ മതിയാവില്ല. അതായത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാൻ പക്ഷെ ചെറുപ്പത്തിലാകെ എന്റെ ഒരു ഓർമ്മയില് 1-2 വട്ടം വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ വട്ടം വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ എന്റെ ബേബി ഇത് കാണിക്കാൻ ഇനിയിപ്പോ കാണിക്കാൻ പറ്റുമോന്ന് അറിയില്ല. പല സാധനങ്ങളും ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇതൊരു നല്ലൊരു എന്താ പറയാ മെമ്മറി വ്ലോഗ്. സംഭവം മനസ്സിലാവുന്നില്ല. പൂച്ചേനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അവരെ കാണിച്ചിരുന്നു മാത്രം. പിന്നെ വലുതാവുമ്പോ അവരിതൊരു മെമ്മറി ആണല്ലോ. ഇത് കുറുക്കൻ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. പൊന്നു എനിക്ക് കുറുക്കന് പേടിയായിട്ട്, എനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ അവള് നമ്മളെ മറ്റേ സിനിമയൊക്കെ കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടാണ് കുറുക്കൻ. ചേട്ടൻ എന്താ അതിന്റെ അഭിപ്രായം? പൊന്നു കുറുക്കന് ക്യൂട്ടാന്ന് പറഞ്ഞേല് പറഞ്ഞത് പൊന്നു ഇതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായം പറയില്ല. ഇല്ല, പക്ഷെ കുറെ കുറുക്കൻ ഫാൻസ് ഉണ്ടായിരിക്കും. ഒരു സിനിമയില്ലേ മറ്റേ വെള്ള കുറുക്കനെ കണ്ടിട്ട്? കുറുക്കനല്ല, പക്കി. അത് ഹസ്കി. പക്ഷെ ഇതല്ല, വേറൊരു കുറുക്കന്റെ ഒരു സിനിമയുണ്ട്. ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. മുതിർന്നവർക്ക്, കുട്ടികൾക്ക്, കുടുംബം എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ ടിക്കറ്റ് ഇവർക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ മാനുണ്ട്, കലമാൻ. എന്ത് കേട്ടത്? എന്തോ ഒരു മാൻ. നമുക്ക് അതിന്റെ കലാ മ്യൂസിയത്തിൽ കയറണായിരുന്നോ? ഇതെന്തോ പന്നിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ളതാണ് കേട്ടോ. കുഞ്ഞാ മാനെ കണ്ടോ? അമ്മയുടെ കുഞ്ഞു മാനിനെ കണ്ടോ? മൈൻഡ് ചെയ്യണില്ല. കുഞ്ഞാ മാനെ കണ്ടോ? മാനിനെ കണ്ടോ? കണ്ടു. ഇന്നെന്തായാലും ബേബിയുടെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കരയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണല്ലേ. ഒന്നാമത് അവന്റെ മൂഡ് കാലത്തിന്റെ ഇപ്പൊ ശരിയായിരുന്നില്ല അല്ലേ ബേബി? ഈ മാന കാണാൻ ആടിന് പശുവിന്റെ ചെറുതുപോലെ ഉണ്ടല്ലോ. ഇനി പശുവാണോ? നോക്കട്ടെ എന്നിട്ട് എഴുതിക്കണ്ട് കൃഷ്ണമൃഗാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ പശുവിനെ പോലെ ഉണ്ടെന്ന് കാണാൻ. ഇഷ്ടായാ? അവര് കുഞ്ഞിന് ഇഷ്ടായിട്ടാ? കൃഷ്ണമൃഗത്തിനാണ് ഇഷ്ടായത് കേട്ടാ. കുഞ്ഞിക്കണ്ണനായിട്ടൊണ്ടാണോ? ഈ ഹിപ്പോപ്പൊട്ടാമസിന് എത്ര വയസ്സുണ്ടാവൂലേ? അല്ല, നമ്മൾ എത്ര കാലമായിട്ട് കാണുന്നതാ? ശരിയാണ്. ഇങ്ങോട്ട് ഇതിന്റെ പേര് കലമാന അല്ല, മ്ലാവാണ് ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവനെ നന്നായി കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ആസ് യൂഷ്വൽ അവൻ അങ്ങോട്ട് നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ
അപ്പോൾ ബേബിക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ഉണ്ണിക്ക് വെള്ളം അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറില്ല. പിന്നെ വല്ലയിടത്തേക്കൊക്കെ പോകുന്ന സമയത്താണ് ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയാതിരിക്കാനും പിന്നെ നോക്കി അവനും കൊടുക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഹിപ്പോൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഹിപ്പോ വെള്ളത്തിൻ്റെ ഇടയിൽ കിടക്കുന്നത് കൊണ്ട് കൂടുതൽ വിഷ്വൽസ് എടുക്കാനും അവന് കറക്റ്റായിട്ട് കാണിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനായിട്ട് നമ്മൾ ഇതിന് മുകളിൽ കയറുന്നത്, ഇതിന് മുകളിൽ നിന്ന് ഇറങ്ങി ഇത്ര നേരം നടന്നപ്പോൾ വയ്യാണ്ടായിട്ടാ. ഒരു ചക്ക വലുത് നോക്കണ്ട, ഈ കുഞ്ഞു ചക്ക നോക്കടാ. ഹായ് ഗായ്സ്, കുറേ ദൂരെ നടക്കുന്നു. ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഈ ഭാഗത്തൊന്നും ഒന്നുമില്ല, എല്ലാം കാലിയാണ്. പക്ഷെ നല്ല കാറ്റുണ്ടല്ലേ, തണലുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നടക്കാനായിട്ട് വേണമെങ്കിൽ വരാം ഫാമിലി ആയിട്ട്. പിന്നെ പുലി ഉണ്ട് തോന്നുന്നു. പുലിയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടില്ല. പുള്ളിക്ക് നമ്മുടെ ബേബിക്ക് വെള്ളം തയ്ച്ചു. പക്ഷെ ഇവിടെ 3D ഇല്ല. ഇനിയിപ്പോ ഇവിടെ അടച്ചിടും. ഇവിടുത്തെ ആൾക്കാരെ ഒന്നെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ മാറ്റും. എല്ലാവരും പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാറ്റി കൂടെ അവരുടെ ഫാമിലി ഒക്കെ ഇവിടെ ആയിരിക്കില്ലേ. എനിക്കറിയില്ല. അവിടെ എക്സൈറ്റഡ് ആയിട്ട് കാണാണ്ടായിരുന്നത് ഈ സിംഹവും അതേപോലെ തന്നെ പുലിയാണ് കേട്ടോ. സിംഹം കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നത് കൊണ്ട് ഉണ്ണിക്ക് അത്രയ്ക്ക് ശ്രദ്ധ എത്തിയില്ല കേട്ടോ. പുലിയാണെങ്കിലും ദൂരെ പോയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ എടുത്തിരിക്കുന്ന വിഷ്വൽസ് സൂം ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ശ്രദ്ധ അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പുലിനെ കണ്ടു, സിംഹത്തിനെ കണ്ടു. പുലി എടുക്കുന്നുണ്ട് അസുഖത്തിന് കാണാൻ പറ്റില്ലത്. പുത്തൂര് തുറന്നോ? അപ്പൊ പുത്തൂര് തുറക്കുമ്പോ കറക്റ്റ് ആയിട്ട് തുറക്കുമ്പോ കുഞ്ഞിനെ കൊണ്ട് അപ്പൊ കുഞ്ഞിത്തിരി വലുതാവും കൂടിയും ചെയ്യും അല്ലേ. ഇത് നമ്മളെ സ്നേക്കിന്റെ ഏരിയ ആണ് കേട്ടോ. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മെയിൻ ആയിട്ട് കുറച്ച് മാനും ഹിപ്പോയി പിന്നെ ഈ പുലി സിംഹമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇറങ്ങാറായപ്പോഴേക്കും അവൻ വാശി പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവന് നിപ്പിളറിൽ നമ്മൾ ഓറഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പൊ പോണ വഴിക്ക് എനിക്ക് എന്തായാലും മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങി തരാമെന്ന് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ വന്നിട്ട് അത് വാങ്ങുക ഒരു ചടങ്ങാണ്. എത്രത്തോളം ഹെൽത്തി ആണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇതൊക്കെ ഒരു സന്തോഷത്തിന്റെ പുറത്ത് കഴിക്കണതാണല്ലേ. അപ്പോൾ 2 മാങ്ങയും ഒരു പൈനാപ്പിളും കേട്ടോ, അത്രയ്ക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിച്ചു. പിന്നെ വീട്ടിലേക്ക് പോയിപ്പോൾ മാങ്ങയും വാങ്ങിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാന്റസി കപ്പിൾസ്.